ഗുഡ് ഈവനിങ് ഗൈസ്, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ പ്രോപ്പറായിട്ട് റെഡിയായി എല്ലാം റെഡിയായി സെറ്റായി. അതിന് ശേഷം ബൂട്ട് കിട്ടും. ബൂട്ട് കെട്ടുമ്പോഴേക്കും കെട്ടുന്ന ഫ്രണ്ടല്ലായിട്ടായിരിക്കും. സോ നിങ്ങൾ കെട്ടുമ്പോഴത്തേക്ക് തൊട്ട് നിങ്ങളാണെങ്കിൽ കറക്റ്റ് സൈഡിലേക്ക് കെട്ടാൻ നോക്കുക കേട്ടോ. നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാം കെട്ടുന്നത് ഈ സൈഡിലോട്ടാണ്, രണ്ട് ബൂട്ടിൻ്റെ സൈഡിലോട്ട് കെട്ടാൻ നോക്കുക. സോ അതിന് ശേഷം നമ്മൾ ബൂട്ടൊക്കെ ഇട്ട് റെഡിയായി പ്രോപ്പറായിട്ടുള്ള സ്ട്രെച്ചിങ് ചെയ്തു. പിന്നെ കോൺ വെച്ചിട്ടുള്ള നമ്മൾ കുറച്ച് സ്ട്രേറ്റ് ആയിട്ട് കോണെല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ അതിനുശേഷം പിന്നെ കറക്റ്റായിട്ടുള്ള സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമേ നമ്മൾ അത്യാവശ്യം നടന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സ്ട്രെച്ചിങ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് നേരം ജോഗ് ചെയ്തു. ജോഗിന് ശേഷം പിന്നെ നമ്മൾ ജോഗ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വാപ്പ് ചെയ്യാണ്ട് ചെയ്യണം, നമുക്ക് ഇഞ്ചുറി കൂടുള്ള ചാൻസും അതേപോലെ തന്നെ നമുക്ക് കുറേ നാളത്തെ മസിലിന് കുറച്ച് പെയിനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഒരു വിഷയമായിട്ട് വരുന്നത്. പിന്നെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ പിന്നെ ഞാൻ കഴിഞ്ഞ ശേഷം ഞാൻ വാട്ടർ ബ്രേക്ക് എടുത്തു. പിന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സ്പ്രിൻറ്റിങ് ആട്ടോ. ഈ സ്പ്രിൻറ്റിങ് ഫ്രണ്ടിലേക്ക് ബാക്കിലോട്ടും വെച്ചിരിക്കുന്നത് 4 ഷെയ്ഡാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓരോ ഷെയ്ഡിലേക്ക് ഇട്ട് അതിൻ്റെ ബാക്ക് വേഡും അതുപോലെ അതിൻ്റെ ഫ്രണ്ട് വേഡും നല്ല സ്പ്രിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ഇതും അതേപോലെ ഏറെക്കുറെ സെയിം ആണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് വേഡ് വരുന്നു, അതിന് ശേഷം ഒരു ഷെയ്ഡിൻ്റെ ലെഫ്റ്റിൽ റൈറ്റിലേക്ക് നേരെ സൈഡ് വേസ് പോകുന്നു. പിന്നെ അടുത്ത ഷെയ്ഡിലേക്ക് ഫ്രണ്ടിലേക്ക് വരുന്നു, അതിൻ്റെ ലെഫ്റ്റ് വേസ് പോകുന്നു. അതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. സോ അതിന് ശേഷം പിന്നെ ചെയ്തിരിക്കുന്നത് സ്പ്രിൻറ്റിങ് ആണ്. സൈഡിലേക്ക് 2 സ്റ്റെപ്പ്, ലെഫ്റ്റിലിട്ട് 4 സ്റ്റെപ്പ് ആണെങ്കിൽ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് 2 സ്റ്റെപ്പ്, ബാക്കിലോട്ട് 4 സ്റ്റെപ്പ്, പിന്നെ സ്പ്രിൻറ്റിലേക്ക് നല്ല സ്പ്രിൻറ്റിങ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെയ്തിരിക്കുന്നത് ബോൾ വെച്ചിട്ടുള്ളതാണ്. 1 വേ സിറ്റുവേഷൻ കട്ട് ചെയ്തിട്ട് ഫിനിഷിങ് ചെയ്യാനുള്ളതാണ് ചെയ്തിരിക്കുന്നത്. 1 വേ സിറ്റുവേഷൻ നമ്മുടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി തന്നെ. പിന്നെ കുറച്ച് 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് നമ്മളൊന്ന് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ബോൾ എടുത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റായിട്ട് ചെയ്യുള്ളൂ. കറക്റ്റായിട്ടുള്ള വാമ്പപ്പും അതിനുശേഷം നമ്മുടെ സ്പ്രിൻറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ശേഷം പിന്നെ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഇഞ്ചുറി ഉള്ള സാധ്യതയുണ്ട്. പിന്നെ ലെഫ്റ്റ് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് കുറച്ച് വീക്കാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് കുറച്ച് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാകുന്നതെന്ന്. അതേപോലെ ഞാൻ ഇവിടെ ചെയ്യുന്നത് കൂടുതൽ ലെഫ്റ്റ് വെച്ച് ചെയ്യുന്നില്ല, അത്യാവശ്യം കുറച്ച് ലെഫ്റ്റ് വെച്ച് അതേപോലെ റൈറ്റ് വെച്ചും ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഫിനിഷിങ് കൂടുതൽ എനിക്ക് കാര്യമുള്ള കാരണം വെച്ചാൽ സ്ട്രൈക്കറാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആണ്. ബൈ ഗൈസ്.